ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗ്രാജുവേഷൻ ഉള്ള അതായത് ബിടെക് ബിരുദധാരികൾക്ക് ഒരു അപ്രന്റീഷിപ്പിന്റെ കാര്യം പറയാനാണ് വന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല HP നമുക്കറിയാവുന്ന പെട്രോളിയം കമ്പനിയായിട്ടുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡിലേക്കാണ് നമുക്ക് ഈ ഒരു അപ്രന്റീഷിപ്പ് കിട്ടുന്നത്. ഈ ഒരു പ്ലേസ്മെന്റിൽ വരികയാണെങ്കിൽ, അതായത് ജോലിയല്ല അപ്രന്റീഷിപ്പാണ്, ഇതിൽ കയറുകയാണെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കിട്ടുക അത്ര എളുപ്പമല്ല എങ്കിലും എന്തൊക്കെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ, എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് ജനറൽ കമ്മ്യൂണിറ്റിക്കും OBCക്കും 60% മാർക്കുള്ളവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. ഏതൊക്കെ സ്ട്രീമുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഈ ഒരു നിയമനം വരാൻ പോകുന്നത്. വേക്കൻസികളുടെ ഡീറ്റെയിൽസ് ഓരോ സംസ്ഥാന ബേസും നമ്മൾ പറയാൻ പോവുകയാണ്, ഓരോ സ്റ്റേറ്റുകളിലായിട്ട്. ആദ്യമായിട്ട് ആന്ധ്രാപ്രദേശിൽ 62 വേക്കൻസികളാണുള്ളത്. അസമിൽ 8 എണ്ണം ഉണ്ട്, ബീഹാറിൽ 11 എണ്ണം ഉണ്ട്, ചണ്ഡീഗഡിൽ 8 എണ്ണം ഉണ്ട്, ഛത്തീസ്ഗഡിൽ 8 എണ്ണം ഉണ്ട്, ഡൽഹിയിൽ 16 എണ്ണം ഉണ്ട്, ഗോവയിൽ 5 എണ്ണം ഉണ്ട്, ഗുജറാത്തിൽ 29 എണ്ണം ഉണ്ട്, ഹരിയാനയിൽ 16, ഹിമാചൽ പ്രദേശിൽ 3, ജമ്മു ആൻഡ് കാശ്മീരിൽ 8, ജാർഖണ്ഡിൽ 11, കർണാടകയിൽ 44, കേരളത്തിൽ 15, മധ്യപ്രദേശിൽ 22, മഹാരാഷ്ട്രയിൽ 114, ഒഡീഷയിൽ 22, പഞ്ചാബിൽ 23, രാജസ്ഥാനിൽ 39, തമിഴ്നാട്ടിൽ 35, തെലങ്കാനയിൽ 22, ഉത്തർപ്രദേശിൽ 40, ഉത്തരാഖണ്ഡിൽ 8, വെസ്റ്റ് ബംഗാളിൽ 37. അവ ഈ സ്റ്റേറ്റുകളിലല്ലാതെ 19 വേക്കൻസി. അങ്ങനെ 608 പോസ്റ്റുകളാണുള്ളത്. ഇത് ജോലിയല്ല, അപ്രന്റീഷിപ്പാണ് എന്ന് ഒന്നുകൂടെ പറയുകയാണ്. ഇതിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വിദ്യാഭ്യാസ യോഗ്യത, നിങ്ങൾക്ക് BE അല്ലെങ്കിൽ BTech യോഗ്യത ഉണ്ടായിരിക്കണം. അത് ഏതൊക്കെ സ്ട്രീമുകളിലാണ്? ഒന്ന് സിവില്, മറ്റൊന്ന് മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്. ഈ പറയുന്ന ഏതെങ്കിലും സ്ട്രീമിലായിരിക്കണം നിങ്ങൾക്ക് എന്തുണ്ടാകേണ്ടത്? നിങ്ങൾക്ക് BE അല്ലെങ്കിൽ BTech ഉണ്ടായിരിക്കേണ്ടത്. മാത്രമല്ല നിങ്ങൾക്ക് 60% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. ഇനിയും SC/ST കാൻഡിഡേറ്റിന് മാത്രം 50% മാർക്ക് മതിയാവും. ഈ ഒരു ഇതുള്ളവർക്കും SC/ST കാറ്റഗറിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും പാസ്സായ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ 2023 ആയിരിക്കും ഒരു കട്ട് ഓഫ് ഇയർ. ആ 23 ഇയറിൽ മുതൽ ഇങ്ങോട്ട് പാസ് ഔട്ട് ആയവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റൂ. അതിന് മുമ്പ് പാസ് ഔട്ട് ആയവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതല്ല. ഇനിയും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതിൽ മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സും മാക്സിമം ഏജ് 25 വയസ്സുമാണ്. ഇത് അപ്രന്റീഷിപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി ഇതിൽ SC/ST OBC വിഭാഗങ്ങൾക്ക് ഇളവ് ലഭിക്കും. SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷവും OBC വിഭാഗങ്ങൾക്ക് 3 വർഷവും PWBD കാൻഡിഡേറ്റിന് 10 വർഷവും ഇളവ് ലഭിക്കുന്നതാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ SC വിഭാഗങ്ങൾക്ക് 30 വയസ്സ് വരെയും OBC വിഭാഗങ്ങൾക്ക് 28 വയസ്സ് വരെയും PWBD വിഭാഗങ്ങൾക്ക് 35 വയസ്സ് വരെയും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ സാലറി അല്ല, ശരിക്കും സ്റ്റൈഫൻഡ് ആണ്. ഇതിന്റെ സ്റ്റൈഫൻഡ് എന്താണെന്ന് നോക്കാം. ഇതിൽ ടോട്ടൽ സ്റ്റൈഫൻഡ് 25,000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ 25,000 രൂപയിൽ 20,500 രൂപ നൽകുന്നത് HPCL നേരിട്ട് തന്നെയായിരിക്കും. ഇനിയും 4,500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് തരുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും, DBT വഴിയായിരിക്കും എത്തുന്നത്. ചിലപ്പോൾ ഈ രണ്ട് സംഖ്യ ഒരുമിച്ച് കിട്ടണമെന്നില്ല, രണ്ടും രണ്ട് സമയത്തായിരിക്കും കിട്ടുന്നത്. അതായത് നമുക്ക് ഗ്യാസിന്റെ ഒക്കെ സബ്സിഡി വരുന്നത് പോലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റൈഫൻഡ് ലഭിക്കുന്നത്. ഇനിയും ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ പ്രൊസീജിയർ നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ മറ്റ് ക്രൈറ്റീരിയകളും വെച്ചുകൊണ്ട് ഒരു മെറിറ്റ് സ്ക്രീനിങ് ടെസ്റ്റ് നടത്തും. അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തും. അതിനുശേഷം നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും അവസാനത്തെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുക. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും പോലീസ് ക്ലിയറൻസും അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങളുള്ളവരെയായിരിക്കും ഇവർ സെലക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ മാർക്ക് ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആയിരിക്കും. നിങ്ങൾ പാസ് ഔട്ട് ആയ സ്ഥാപനം ഒരു ക്രൈറ്റീരിയ ആയിരിക്കും. അപ്പം മറക്കേണ്ട, ഈ ഒരു പോസ്റ്റ് നിങ്ങൾ എല്ലാവരും അപേക്ഷിക്കുക. ഇനി ഇത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? ഇനിയും പ്രധാനമായിട്ടും അപേക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 16-ാം തീയതി, ഫെബ്രുവരി 16-ാം തീയതി അപേക്ഷിക്കാനുള്ള വിൻഡോ ഓപ്പൺ ആവുകയും വരുന്ന മാർച്ച് 2-ാം തീയതി വിൻഡോ ക്ലോസ് ആവുകയും ചെയ്യും. അപ്പം കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 2 ആണ്. ഈ വരുന്ന മാർച്ച് 2-ാം തീയതി മുമ്പ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കണം. ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ www.hindusthanpetroleum.com എന്ന സൈറ്റ് വഴിയാണ്. ഈ അപേക്ഷിക്കാനുള്ള ലിങ്ക് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അതുവഴി നിങ്ങൾ കയറി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഓർക്കുക, അപ്രന്റീഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രിഡോമിനന്റ് ആയിട്ട് സ്ഥാപനത്തിൽ ചെയ്താൽ അതിന്റെ അഡ്വാൻറ്റേജ് നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ ഉണ്ടാവും. നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ഈ സ്ഥാപനത്തെ വെക്കുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുവാനും ഒക്കെയുള്ള വളരെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതിനായിട്ടുള്ള ശ്രമം നിങ്ങൾ നന്നായിട്ട് നടത്തണം. നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ലിങ്ക് വഴി അപേക്ഷിക്കണം. നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.